നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും. നമ്മുടെ ഗൂഗിൾ ക്രോമിൽ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്യാറുണ്ട്. സെർച്ച് ചെയ്യുന്നത് നമുക്ക് മലയാളത്തിൽ വായിച്ചു തന്നാൽ വളരെ ഉപകാരമായിരിക്കും. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും വർക്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മെസ്സേജുകൾ, വാർത്തകൾ ഫോണെടുത്ത് വായിച്ച് നോക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഓരോ ലിങ്കുകൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴും അതിനകത്തുള്ള മെസ്സേജുകൾ മലയാളത്തിൽ നമുക്ക് വായിച്ചു തരുന്നൊരു സൗകര്യം ഗൂഗിൾ ക്രോമിനകത്തുണ്ട്. നമ്മളിന്നത്തെ വീഡിയോയിൽ അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. വളരെ യൂസ്ഫുള്ളാണ്, നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. കാരണം ഇതൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതാണ്. നമ്മുടെ ഫോണിനകത്ത് നമുക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇതൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ അതെങ്ങനെ ഞാൻ കാണിച്ചുതരാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും മലയാളത്തിലൊരു വാർത്ത ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വാർത്ത എനിക്ക് വായിച്ച് തരാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ ക്രോമിൽ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സെറ്റിങ്സ് കാണും. ഇതിനകത്ത് നമുക്ക് താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം ലിസൺ ടു ദിസ് ആപ്പ് എന്നൊരു കാണാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് വായിച്ചു തരും. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് നോക്കുക. മലയാളത്തിൽ നമുക്ക് വായിച്ചു തരുന്നത് കാണാൻ സാധിക്കും. പ്രവർത്തനങ്ങൾ മകന്റെ ബാങ്കിംഗ് ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നു. ഓൺമനോരമ പ്രസിദ്ധീകരിച്ചത്. പെരുമ്പാവൂരിലെ MC റോഡിൽ ഔഷധി ജംഗ്ഷനു സമീപമുള്ള ബാങ്ക് ഓഫ് ബറോഡ ശാഖയിൽ എല്ലാ ദിവസവും പരിചിതമായ ഒരു രംഗം അരങ്ങേറുന്നു. ഒരു അമ്മ മകനോടൊപ്പം കാറിലെത്തി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് മലയാളത്തിൽ വായിച്ചു തരും. ഗൂഗിൾ ക്രോം കൊണ്ടുവന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ ഇനി ആ ഒരു മെസ്സേജ് ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്യണം. ആ മെസ്സേജ് ഇവിടെ ഇംഗ്ലീഷിലാണ് കാണുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്കിത് പ്ലേ ചെയ്താൽ ഇംഗ്ലീഷിലാണ് വായിക്കുക. അപ്പോൾ ഇത് മലയാളത്തിലേക്ക് വായിച്ചിരുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു സെറ്റിങ്സ് കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാ ലിങ്കും ഇതുപോലെ നമുക്ക് മലയാളത്തിൽ കിട്ടില്ല. മലയാളത്തിൽ വായിച്ചിരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം ഈ ഒരു സൈറ്റ് മലയാളത്തിലേക്ക് മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഗൂഗിൾ ക്രോമിൽ ഇതുപോലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ 3 ഡോട്ട് ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ട്രാൻസ്ലേറ്റ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കുക. ഇതാ ട്രാൻസ്ലേറ്റ് എന്നത് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മലയാളം കിട്ടിയില്ലെങ്കിൽ, ഞാൻ ഓൾറെഡി ഇവിടെ മലയാളം സെറ്റ് ചെയ്തുകൊണ്ടാണ്, കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഈ കാണുന്ന സെറ്റിങ്സ് ഭാഗത്ത്, ഈ ട്രാൻസ്ലേഷൻ്റെ സെറ്റിങ്സ് ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണാം മോർ ലാംഗ്വേജ് എന്നൊരു ഓപ്ഷൻ കാണും. അതിനകത്ത് നിങ്ങൾ മലയാളം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷിലുള്ള ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള ഈ ഒരു വാർത്ത നിങ്ങൾക്ക് മലയാളത്തിലേക്ക് കിട്ടും. അത് ശേഷം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 3 ഡോട്ടിനകത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് താഴെ വന്നാൽ ലിസൺ ടു ദിസ് ആപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ അത് വായിച്ച് കേൾക്കുകയും ചെയ്യും. മാത്രമല്ല ഫേസ്ബുക്കിൽ നിങ്ങളൊരു വാർത്ത കണ്ടു. ഫേസ്ബുക്കിൽ നിന്നും നിങ്ങൾക്ക് മലയാളത്തിൽ ഇത്തരത്തിൽ വാർത്തകൾ വായിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ക്ലിക്ക് ചെയ്ത് ഫേസ്ബുക്കിൽ നമ്മളൊരു ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് നേരെ ഇതുപോലെയാണ് ഓപ്പൺ ആകുക. പക്ഷേ ഇതിനകത്ത് ഏറ്റവും മുകളിൽ നമ്മൾ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഇവിടെ കാണില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇതുപോലെ നമ്മൾ ഫേസ്ബുക്കിൽ ഏത് ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിലും മലയാളത്തിൽ വായിച്ചിരുന്നതിന് വേണ്ടി ഏറ്റവും മുകളിൽ കാണുന്ന ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണാം ഓപ്പൺ ഇൻ എക്സ്റ്റേണൽ ബ്രൗസർ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഗൂഗിൾ ക്രോമിലോട്ടാണ് പോവുക. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ലിസൺ ടു ദിസ് പേജ് എന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മലയാളത്തിൽ വായിച്ച് കേൾക്കാൻ സാധിക്കും. ഓർക്കുക, ഫേസ്ബുക്കിൽ നിന്നോ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ഇത്തരത്തിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇത്തരത്തിലുള്ള ഓപ്ഷൻ ഉണ്ടാകില്ല. അത് ഗൂഗിൾ ക്രോമിലല്ല ഓപ്പൺ ചെയ്യുന്നത്, അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ക്രോമിലേക്ക് വരിക, അല്ലെങ്കിൽ ഇതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് ഗൂഗിൾ ക്രോമിൽ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ ലിസൺ ടു ദിസ് പേജ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിൽ വായിച്ചു തരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മളൊക്കെ അറിഞ്ഞു വെക്കേണ്ട ഒരു ഫീച്ചർ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.